അറിയാതെ ആങ്ങളെ ചതിച്ചു കൊന്നല്ലോ ഒരാൾ. കോലത്തിരി നാട്ടിൽ ഇപ്പോഴും പുളയ്ക്കുന്നുണ്ടയാൾ. മലയനോട് തൊടുത്തു മരിച്ച ആ ചേകവന്റെ അയാളുടെ മകനായിരിക്കും. സർവതന്ത്ര സ്വരൂപിണി സർവകായ സമസ്തായ. നിനക്കൊക്കെ ഇനിയും ആയുധം കയ്യിൽ ഏച്ചു കൂട്ടാം. അവനത് മനസ്സിന്റെയാണ്. പുത്തൂരം വീടിന്റെ പൊന്മകളെ സ്വീകരിക്കാനുള്ള പ്രൗഢിയൊന്നും ഇളന്തണ്ണ മഠത്തിലില്ല, അറിയാം. എന്നാലും ആ വീട് ഒരുങ്ങുന്നു, കളരി ഒരുങ്ങുന്നു, കടം കൊണ്ട മുതലുണ്ട്. ബന്ധം പുതുക്കാൻ വന്നവരല്ല ഞങ്ങൾ. ചതിയൻ ചന്തുവിന്റെ കൊടും ക്രൂരതകളെപ്പറ്റി നിങ്ങൾക്ക് എന്തറിയാം? മായവും മയക്കും അറിയുന്ന അരിങ്ങോടരോട് കൊടുക്കാൻ പറ്റിയ ചേകവനെ മറ്റെവിടെയെങ്കിലും അന്വേഷിക്കുകയാണ് ഉത്തമം. രണ്ടിലൊന്നും തീരുമാനമാവാതെ അവർ പോവില്ല. അതാണ് ആ ചോരത്തിളപ്പിന്റെ പാരമ്പര്യം. ഒരു മുറിച്ചിരിക കൊണ്ട് ആനയെ മയക്കുന്ന അരിങ്ങോടരുടെ തലയറുത്ത ആരോമലുണ്ട് അവരുടെ മനസ്സിൽ. അങ്കക്കിഴി വെച്ചോളൂ, ഞാൻ വരാം. അംഗം ജയിച്ചു വന്നാൽ ചന്തുവാങ്ങളയുടെ പെണ്ണാണ് ഞാൻ. വീരം ചേകവനെ എപ്പോഴും വിരൽത്തുമ്പിൽ പകിരിതിരിക്കാൻ കഴിയുന്നുണ്ടല്ലോ അവൾക്ക്. ഇത് പുത്തൂരം വീട്ടിലെ മാത്രം പെണ്ണുങ്ങളുടെ വിരുദോ അതോ ചേകവർ കുലത്തിന് മുഴുവൻ ചേർന്ന പതിവോ? വാളും കൈയും നീങ്ങുന്നത് കാണാൻ വൈകുന്നവർക്കല്ലേ തുണക്കാരന്റെ പിൻബലം വേണ്ടത്? എന്നോടങ്കം വേണമെങ്കിൽ നാളും സ്ഥലവും നിശ്ചയിച്ച് ശിഷ്യരിൽ ആർക്കും കിട്ടാത്ത ഒരടവ് ബാക്കിയില്ല. അവന്റെ തല കൊയ്യുമ്പോൾ പറഞ്ഞു വെട്ടണം. ഒരുങ്ങിക്കോ ചന്തുചേകവരെ. ചന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല.